ആ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ. അതിന് തൗഫീക്ക് വേണം, അതിന് ഈമാൻ ഉണ്ടാവണം, നെഞ്ചകത്ത് ഈമാൻ ഉണ്ടാകണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. സഹോദരങ്ങളെ, പഠിക്കുക, ഖുർആനും സുന്നത്തും പഠിക്കുക. അവസാനിപ്പിക്കുന്നു, ദീർഘിച്ച് സംസാരിക്കുന്നില്ല. അവസരം ഇനിയും വരും. കേരളത്തിൽ ഒരുപാട് അവസരമുണ്ട്. ആർക്കും ഒരു വിലക്കില്ല, ആർക്കും ആരെയും വിമർശിക്കാം. അള്ള സൃഷ്ടിച്ച മണ്ണ് അത്ര സൗഭാഗ്യം വേറെ ഇല്ല കേട്ടോ. അള്ള ചോദിക്കും മത്സരയിൽ, അള്ള ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങളെ കേരളക്കാരാക്കി സൃഷ്ടിച്ചു. എന്തിന് പാരതന്ത്ര്യത്തിന്റെ ഉരുക്ക് ചങ്ങലകളിൽ കിടന്ന് എന്തിനു വിഷമിക്കണം? ഹക്ക് വിളിച്ചു പറയാൻ ഇനി ഇറങ്ങും. 1000 കേസറ്റുകൾ. ആയുസ്സും ആരോഗ്യവും ഇട്ടാൽ അതെത്തും. അങ്ങ് റൂമിലിരുന്ന് കാണുക കേട്ടോ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാന്തിപൂർണമായ ജീവിതം നയിക്കാൻ പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മാർച്ച് 3 ഒരു മഹാക്ഷേത്രത്തിൽ ഒരു പ്രഭാഷണത്തിന് അവസരമുണ്ട്. അള്ളാഹു അത് ഭംഗിയായി നിർവഹിക്കാൻ എനിക്ക് തൗഫീക്ക് തരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ ആ കേസറ്റ് ആയിരങ്ങൾക്ക് വിജയത്തിൻ്റെ ഗാഥ നൽകുന്ന, ഹിദായത്ത് നൽകുന്നതാവാം. അള്ളാഹു തൗഫീക്ക് ചെയ്യാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓരോ നിമിഷത്തിലും പ്രബോധകന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവർക്ക് നന്മ നൽകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആദർശത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കരുത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് എല്ലാ തൗഫീക്കും നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, പ്രവാസി ജീവിതത്തിനിടയിൽ നിന്നെ ഓർക്കാനും കൃത്യമായി ഇബാദത്തുകൾ നിർവഹിക്കാനും ഖുർആനും സുന്നത്തും പഠിച്ച് മഹിതമായ ജീവിതം നയിക്കാനും അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് ചെയ്യണമേ. അള്ളാഹുവേ, ചുറ്റുവട്ടത്തും തിന്മകൾ താണ്ഡവമാടുന്ന ലോകത്തിൻ്റെ നടുവിൽ ഞങ്ങൾക്ക് നീ ഈമാനികമായ ചൈതന്യം തരണമേ. അള്ളാഹുവേ, നിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ മുറുക്കി യഥാർത്ഥത്തിൽ മുറപ്രകാരം സ്വീകരിച്ച് മനസ്സിന് നല്ല ഉറപ്പോടെ ആ സുന്നത്തുകളെ അനുധാവനം ചെയ്യാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്യണമേ. സുന്നത്തിനെ പുച്ഛിക്കുന്നവരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തരുതേ. അള്ളാഹുവേ, നിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. അള്ളാഹുവേ, നിന്റെ പ്രവാചകന്റെ വാക്കുകളെ മുഖവിലക്കെടുക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും സ്വന്തം ഇഷ്ടത്തെക്കാൾ അപ്പുറത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടത്തെ മാനിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അള്ളാഹുവേ, നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി നീ അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, സമ്പത്ത് ഹറാമായ മാർഗത്തിൽ സമ്പാദിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ നടുവിൽ നിന്ന് ഹലാലുകൾ മാത്രം സമ്പാദിക്കുന്ന മഹാസ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. അള്ളാഹുവേ, നീ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ഹലാല് ഭക്ഷിക്കണമെന്ന നിബന്ധനയുണ്ട്. ഹലാല് ഭക്ഷിക്കുന്ന സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ. അള്ളാഹുവേ, നാളെ മഹ്ശറയിൽ ഒരാളും ഞങ്ങൾക്കെതിരെ അവൻ്റെ സ്വത്ത് അപഹരിച്ചു, മാനം കെടുത്തി എന്ന് പറഞ്ഞിട്ട് ഒരാളും ഞങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്നൊരവസ്ഥ അള്ളാഹുവേ പരലോകത്ത് നീ ഉണ്ടാക്കരുതേ. അള്ളാഹുവേ, ലോകത്ത് ഏറ്റവും വലിയ പരീക്ഷണം നീ നൽകുമ്പോഴും ആ പരീക്ഷണത്തെ ക്ഷമയോടുകൂടി സ്വീകരിക്കാനുള്ള ക്ഷമ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, സഹിഷ്ണുത നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, അമുസ്ലിങ്ങൾക്ക് ദഅവത്തെത്തിക്കാനുള്ള കരുത്ത് നീ ഞങ്ങൾക്ക് നൽകണമേ. അള്ളാഹുവേ, اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا